നമ്മൾ സ്മിത്ത് ടോയ് ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവന്റെ ഫ്രണ്ടിന്റെ കുട്ടിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മള് ടോയ്സ് മേടിക്കാനാണ് വന്നത്. ടോയ്സ് മേടിക്കാതെ ഡ്രസ്സ് മേടിക്കാതെ നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ അഞ്ജലി ചേട്ടൻ്റെ കുഞ്ഞാവയുടെ ഇത് വിത്തിട്ട് കെട്ടാണ് നാളെ. അപ്പം ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിക്കാനായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഫസ്റ്റ് അകത്ത് കയറി ചെന്നപ്പോൾ ഞാൻ ശരിക്കും വണ്ടടിച്ച് പോയിട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ടോയ് ഷോപ്പിൽ പോകുന്നത് തന്നെ. അവിടുത്തെ ടോയ്സൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കടയുടെ പുറത്തേക്ക് പോകാനേ തോന്നിയില്ല, കടയിൽ നിന്ന് ഇറങ്ങാനേ എനിക്ക് തോന്നിയില്ല. അത്രയ്ക്കധികം വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് പറ്റിയ ഓൾമോസ്റ്റ് എല്ലാ തരം ടോയ്സും അവിടെ ഉണ്ട്. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സൈക്കിളുകൾ, കാറുകൾ, സ്കൂട്ടറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇത്തിരി എക്സ്പെൻസീവ് ഏരിയ ആണ് കേട്ടോ. നമുക്കിനി ഗെയിം സെക്ഷനിലോട്ട് പോകാം. ബേബി സെക്ഷൻ അടിപൊളിയായിരുന്നു. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ഡോൾസ് അവിടെ ഉണ്ടായിരുന്നു. കൊള്ളാം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇത് കണ്ടോ, ചെറിയ ചെറിയ പൂച്ചക്കുട്ടിയും ഇതൊക്കെ. പണ്ട് നമ്മൾ എന്തോ ഒരു സാധനം മേടിക്കുമ്പോ ഇതും ഫ്രീ ആയിട്ട് കിട്ടാറും. ഈ സെക്ഷനിൽ ഡൈനോസർ തൊട്ട് ഓൾമോസ്റ്റ് എല്ലാ അനിമൽസിൻ്റെയും മിനിയേച്ചേഴ്സ് കിട്ടുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണേണ്ട ഒരു 4-5 പോക്കറ്റിലിട്ട് കൊണ്ട് പോയാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു ഇത് കണ്ടപ്പോൾ. പിന്നെ നെക്സ്റ്റ് പോയത് ടെഡി സെക്ഷനിലാണ്. ഞാൻ ഈ സാധനം എടുക്കാൻ നോക്കിയപ്പോൾ അത് അവിടെ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും കൂടെ നോക്കിയപ്പോൾ ഒരു അമ്മച്ചി എന്നെ നോക്കി കണ്ണുരുട്ടി കാണിക്കണേ. അതേപോലെ തന്നെ ഞാനത് അവിടെ വെച്ച്. ഇത് കണ്ടോ, പച്ച മുതൽ ഇത് പല്ലക്കിന്റെ ഗൈസ്, നല്ല മഞ്ഞ. ഞങ്ങളുടെ കൂടെ വേറെ 2 ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട്, കിറ്റ് ചേച്ചിയും അനന്ത ചേട്ടനും. അവർ കാണാണ്ടാണ് ഞങ്ങൾ അവരുടെ വീഡിയോ എടുക്കുന്നത് ഗൈസ്. ഹായ് ഗൈസ്. അങ്ങനെ വീണ്ടും ആ സെക്ഷനിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആ സ്റ്റക്കായിരുന്ന ടെഡി ഞാനൊന്ന് എടുത്ത് നോക്കിയാൽ കേട്ടോ. അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, കാണുന്ന പോലെയല്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇവിടെ WWE ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണ് തള്ളിപ്പോയി സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇവിടുന്ന് കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഈ വേറെ ഷോപ്പിൽ പോയി നോക്കാം. ഫൈനലി അങ്ങനെ ടോയ് വേണ്ടാന്ന് വെച്ചു, ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് എടുത്തത്, നല്ല ഡ്രസ്സ് ഇല്ലേ. ബാക്കി ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. പിന്നെ ഞങ്ങൾ ചെന്ന് കുഞ്ഞാവയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. കുഞ്ഞാവയുടെ പേര് ആഷറിയോ എന്നാണ്. ഞങ്ങൾ പിന്നെ കുഞ്ഞാവയുടെ ഫംഗ്ഷൻ്റെ വീഡിയോസ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റാത്തത് യൂട്യൂബിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും പിന്നെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. കുഞ്ഞാവയുടെയും പിന്നെ എല്ലാവരും ഗ്രൂപ്പായിട്ടുള്ള ഇങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു. കുഞ്ഞാവയാണെങ്കിൽ നല്ല വാശിയും കരച്ചിലായിരുന്നു പാവം. അതിന് വിശന്നിട്ടാണോ നല്ല കരച്ചിലായിരുന്നു പാവം. പിന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടന്നത്. അങ്ങനെ സ്റ്റാർട്ടറായിട്ട് ഫിഷ് കട്ട്ലേറ്റും സാലഡും ആയിരുന്നു ആദ്യം തന്നെ കിട്ടിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഫുഡൊക്കെ സെർവ് ചെയ്ത് കഴിച്ചത്. ഇവൻ്റെ ഫ്രണ്ടിൻ്റെ കാറ്ററിംഗ് ടീമാണ് നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ദി വില്ലേജ് കാറ്ററേഴ്സ് എന്നാണ് അവരുടെ കാറ്ററിംഗ് സർവീസിൻ്റെ പേര്. ഓവറോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ക്വാളിറ്റി വൈസും ക്വാണ്ടിറ്റി വൈസും അടിപൊളിയായിരുന്നു. ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീ വന്നല്ലോ, എനിക്ക് അതന്നെ താഴെ നീ വന്നല്ലോ. അവന്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് ഇവിടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നീ അങ്ങനെ രക്ഷപ്പെട്ടാണ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്നെ ഓർക്കണം.